ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രമാണ് അപർണ ബാലമുരളിയുടെ ആദ്യമായി അഭിനയിച്ച സിനിമ. അതിനുശേഷം വന്ന മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ അപർണ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ചേട്ടൻ സൂപ്പറ എന്ന അതിലെ കഥാപാത്രം ജിംസി പറഞ്ഞപ്പോൾ സിനിമാ ആസ്വാദകർ ഒന്നടങ്കം ഏറ്റുപറഞ്ഞു, കൊച്ചും സൂപ്പറാണ്. അപർണ നല്ലൊരു നടി മാത്രമല്ല, മികച്ചൊരു പാട്ടുകാരി കൂടിയാണ്. സൺഡേ ഹോളിഡേ, തൃശ്ശിവപ്പേരൂർ ക്ലിപ്തം എന്നീ ചിത്രങ്ങളിൽ ആസിഫ് അലിയുടെ ജോഡിയായി അഭിനയിച്ചു. ഇതിനിടയിൽ അപർണയ്ക്ക് തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയുടെ സുരൈ പോട്രി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണം ലഭിച്ചു. സൂര്യയുടെ ഭാര്യയായ ബൊമ്മി എന്ന കഥാപാത്രമായി അപർണ തകർത്തഭിനയിച്ചു. ബൊമ്മിയിലൂടെ ദേശീയ അവാർഡ് അപർണയെ തേടിയെത്തിയപ്പോൾ ജനങ്ങൾ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ജിംസിയുടെ ചേട്ടൻ സൂപ്പറ എന്ന ഡയലോഗ് തിരിച്ചു പറഞ്ഞു. അപർണ സൂപ്പറാണ്. ഇതിനിടയിൽ അല്പം വണ്ണം കൂടിയതിൻ്റെ പേരിൽ പലതവണ ബോഡി ഷേമിങ്ങിന് അപർണ വിധേയയായി. വണ്ണം കുറഞ്ഞാലും കൂടിയാലും പൊതുജനം പലവിധം പറയും. വാട്ടർ പാക്കറ്റ് എന്ന പാട്ടിൽ വണ്ണമാണ് എൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് അപർണ അടിവരയിട്ട് പറഞ്ഞു. കഠിനാധ്വാനം ചെയ്താൽ നല്ല സിനിമയും കഥാപാത്രങ്ങളും അംഗീകാരങ്ങളും കിട്ടുമെന്ന് അപർണ നമ്മളെ മനസ്സിലാക്കി തന്നു. തമിഴ് സിനിമാ നടൻ ധനുഷും ബാബ ഭാസ്കറും ഒന്നിച്ച് കോറിയോഗ്രാഫി ചെയ്ത പാട്ടാണ് വാട്ടർ പാക്കറ്റ്. വളരെയധികം ആസ്വദിച്ചാണ് ആ പാട്ട് ചെയ്തത്. സാധാരണക്കാരിയായ എന്നാൽ വളരെ എനർജറ്റിക്കായ, ബാറിലേക്ക് പോലും കയറിപ്പോകാൻ പേടിയില്ലാത്ത പക്ക ഒരു തമിഴ് സ്ത്രീയുടെ വേഷമാണ് രായനിലെ മേഖല എന്ന കഥാപാത്രം ചെയ്തത്. താൻ ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നടനാണ് ധനുഷ്. അദ്ദേഹം സംവിധാനം ചെയ്ത രായനിലെ അവസരം വലിയ ഭാഗ്യമായിരുന്നു. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുന്ന സംവിധായകനും നടനുമാണ് ധനുഷ്. ഓരോ ഷോട്ടിന് മുൻപും കഥയും കഥാസന്ദർഭവും വിശദീകരിച്ചു തരും. അതുകൊണ്ട് മാത്രമാണ് ആ സിനിമയിലെ മേഖല എന്ന കഥാപാത്രം ഇത്രയേറെ മികച്ചതായത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായി അപർണ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ കൂടെയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കിഷ്കിന്ധ കാണ്ഡം മികച്ചൊരു സിനിമയാണ്. അതിലെ അപർണയുടെ അഭിനയം മികച്ചതായിരുന്നു. മലയാളത്തിലും തമിഴിലും അപർണയ്ക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങളും കഥാപാത്രങ്ങളും ലഭിക്കട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.